രാമണീശ്വരം വാണിയമ്പാറയിലെ ചങ്ങമ്പുഴ കലാകായിക വേദി കുട്ടികൾക്കായി നടത്തിയ അവധിക്കാല നാടക ശില്പശാല അറിവിന്റെയും അനുഭവങ്ങളുടെയും വേദിയായി. ജാലകം എന്ന പേരിലാണ് ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 10 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായാണ് വാണിയമ്പാറയിലെ ചെങ്ങമ്പുഴ കലാകായിക വേദി ജാലകം നാടകശില്പശാല നടത്തിയത്. പാലക്കുഴി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന പരിശീലന ക്യാമ്പിൽ പ്രദേശത്തെ മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. അറിവും അഭിനയവും ആഘോഷവുമെല്ലാം കൂടിച്ചേർന്നുള്ള സഹവാസവും പരിശീലനവും ഓരോരുത്തർക്കും പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതി പകർന്നു. ആദ്യ ദിവസമെത്തിയ സിനിമാ നാടക നടൻ സി നാരായണന്റെയും സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂരിന്റെയും അനുഭവസാക്ഷ്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ പ്രചോദനത്തിന്റെയും പ്രതീക്ഷകളുടെയും വിത്തുകൾ പാകി. നാടകം എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സാധനം. എല്ലാവരും ഭരതനാട്യം ക്ലാസിക്കലായിട്ടുള്ള സാധനങ്ങൾക്കായിരുന്നു വലിയ വലിയ കുറച്ച് പൈസ വലിയ സാധനമാണ്. അപ്പോൾ കുറച്ച് ധനികന്മാരുടെ മക്കൾ മാത്രമേ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടാം. അതല്ല, വേണമെങ്കിൽ നാടകം ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഓലക്ഷത്തിലായിരിക്കും നാടകം. പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കലോത്സവ വേദികൾ പ്രേക്ഷകരുണ്ടാവുന്നത് കുട്ടികളുടെ നാടകമാണ്. വേൽത്തുമ്പി ക്യാമ്പ്, വേൽത്തുമ്പിന് പരിശീലകനായിട്ട് എത്രയോ 8 വർഷം വേൽത്തുമ്പിന്റെ പരിശീലനം, അതൊക്കെ നിങ്ങൾ കിട്ടിയ കേട്ടാ അല്ലേ? വേറൊന്നും എനിക്ക് പറയാനില്ല. എന്റെ കുട്ടികൾ പ്രിയദർശൻ കോഴിക്കോടായിരുന്നു ക്യാമ്പ് ഡയറക്ടർ. വിനോദവും വിജ്ഞാനവും കൗതുകവുമെല്ലാം കോർത്തിണക്കിയുള്ള ഇദ്ദേഹത്തിന്റെ അവതരണവും ശിക്ഷണവും കുട്ടികളെ വളരെയധികം ആകർഷിച്ചു. വിവിധ ദിവസങ്ങളിലായി നാടക നടൻ ഗോവിന്ദരാജ്, നാടൻ പാട്ടുകാരനും നാട്ടുകാരനുമായ രവി വാണിയമ്പാറ, നാടക സിനിമാ സംവിധായകൻ ഗോപി കുറ്റിക്കോൽ, നാടക സംവിധായകരായ പ്രഭാകരൻ ചാലിങ്കാൽ, റഫീഖ് മണിയങ്ങാനം എന്നിവരും ക്യാമ്പിലെത്തി കുട്ടികളുമായി സംവദിച്ചു. നാടക കമ്മിറ്റി ചെയർമാൻ ടി വിജയൻ, വൈസ് ചെയർമാൻ സുർജിത്ത് വടക്കേക്കര, കൺവീനർ ടി നിതീഷ് കുമാർ, ചെങ്ങമ്പുഴ കലാകായിക വേദി പ്രസിഡന്റ് കെ അനിൽകുമാർ, സെക്രട്ടറി വിഷ്ണു വാണിയമ്പാറ, ട്രഷറർ മഹേഷ് വാണിയമ്പാറ തുടങ്ങിയവരാണ് ശില്പശാലയ്ക്ക് ചുക്കാൻ പിടിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.